ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, അന്നൊരു ദിവസം നമ്മുടെ ചീന മാഡം വന്നിട്ട് പറഞ്ഞതാണ്, ഹായ് ബില്യണേഴ്സ്, ഹായ് മില്യണേഴ്സ്, ഹായ് ബിസിനസ് ഓണേഴ്സ്. നമ്മുടെ വിലക്ക് മാറ്റി എല്ലാ അക്കൗണ്ടും അൺഫ്രീസ് ആക്കാൻ വേണ്ടി കോടതി പറഞ്ഞു. നമ്മൾ നിയമപരമാണെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. പിന്നീടാണ് ആൾക്കാർ അത് കേട്ട പാടന്നെ ആൾക്കാരെ പടക്കം വാങ്ങി പൊട്ടിക്കലും നട്ടുച്ചക്കൊക്കെ പൂക്കുറ്റി കത്തിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടി പിന്നെ പുകയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് മനസ്സിലായത് നമ്മളെ ചീന മാഡം പറ്റിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് 2 ദിവസമൊക്കെ അല്ലേ, ഇങ്ങനെയാണെങ്കിലും 2 ദിവസമൊക്കെ മാത്രമാണ് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുക. 3-ാമത്തെ ദിവസം അവർ പിന്നെയും ചിന്തിച്ചു തുടങ്ങും, ഇത് നമ്മളെ നന്നായിട്ട് കമ്പനി പറ്റിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്ന് തോന്നുന്നത്. അപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ വേറെ ഒന്നുമില്ല. ഇന്നലെ ഒരു പോസ്റ്റിനടിയിൽ ബിരിയാണിക്കുള്ള കാശ് ഞാൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. 29-ാം തീയതി ബിരിയാണിക്കുള്ള കാശ് ഞാൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് 26 ചൊവ്വാഴ്ചയാണ്. ഇപ്പോൾ 27 ബുധനും 28 വ്യാഴവുമാണ്. 29 എന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേയോടുകൂടി അവസാനത്തെ വർക്കിംഗ് ഡേയ്സിൽ എല്ലാം ശരിയാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു നമ്മുടെ ചീന മാഡത്തിന്. എന്നാൽ ഇന്ന് പെട്ടെന്ന് തന്നെ പേ ഔട്ടിൻ്റെ ഓപ്ഷൻ എടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു പേ ഔട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് ആൾക്കാർ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ലീഡർമാരുടെ വീട്ടിൽ പോയി പ്രശ്നമാക്കുന്നുണ്ട്. OTT ഷെയർ എടുത്തവരൊക്കെ കേസിനെ കുറിച്ച് സജീവമായിട്ട് ആലോചിക്കുകയാണ്. അവർ 29-ാം തീയതി വരെ കാത്തു നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 29-ാം തീയതി വിഡ്രോവൽ കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആലോചനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ അൺഫ്രീസിങ്ങിന് അല്ലെങ്കിൽ ഡീഫ്രീസിങ്ങിന് ശ്രമിക്കാതെ ഇവർ പൊടുന്നനെ ഉള്ള കാശ് കുറച്ചാണെങ്കിലും കുറച്ച് കാശ് എടുത്തിട്ട് കളഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളിൽ നിന്നല്ല നിങ്ങൾക്ക് പണം തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതൊക്കെ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്നാണ്. ചിലപ്പോൾ ഇവരുടെ ബില്യണേഴ്സിൻ്റെ അടുക്കുന്ന ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്കിൽ നിന്ന് 1 ലക്ഷമോ 2 ലക്ഷമോ 3 ലക്ഷമോ ചിലപ്പോൾ ഇവർ വാങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവരുടെ നിധി കമ്പനിയിൽ നിന്ന് മറ്റ് ഫ്രീസ് ചെയ്യാത്ത അക്കൗണ്ടുകളിൽ നിന്ന് പണം ചിലപ്പോൾ ഇതിലേക്ക് പമ്പ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഏജൻറ്റുകളുടെ പക്കലുള്ള പണമെടുത്തിട്ട് നിങ്ങൾക്ക് തരാനും സാധ്യതയുണ്ട്. എന്തായി കഴിഞ്ഞാലും ഈ ഒരു ഗിമിക്ക് എന്ന് പറയുന്നത് 1-2 ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത് വല്ല ടെക്നിക്കൽ എററും സംഭവിച്ച് നിങ്ങൾക്ക് ഈ ഓപ്ഷനെ കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ എല്ലാ തട്ടിപ്പ് കമ്പനികളും ചെയ്യുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങളെ പറ്റിക്കാൻ പറ്റും, ടെക്നിക്കൽ എറർ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഒരുപാട് ആൾക്കാർ 1 കോടി
80 ലക്ഷം 1,80,00,000 ആൾക്കാരെ വിഡ്രോക്ക് ശ്രമിച്ച് ഒരേ സമയം വിഡ്രോക്ക് ശ്രമിച്ച് നമ്മുടെ സർവർ ചത്തുപോയിരിക്കുന്നു. സർവർ എണീക്കുന്നില്ല, സർവർ ക്രാഷായി എന്നൊക്കെ പറയാൻ ഇവർക്ക് ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര നാളെ ഉണ്ടാവുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ് ഈ വിഡ്രോവൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയോളം ഇവർക്ക് ആ കാര്യം പറഞ്ഞിട്ട് നീട്ടാൻ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് തടസ്സമില്ലാത്ത ജാമാവാത്ത പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണെന്നും പുതിയ സെർവറിലേക്ക് ഡാറ്റകൾ മൈഗ്രേറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞ് ഇവർക്ക് 1-2 ആഴ്ചകൾ വരെ നിങ്ങളെ സമാധാനിപ്പിക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ടെക്നിക്കൽ എറർ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ആർക്കാണെങ്കിലും അവർ ഇട്ട പൈസ അതിൻ്റെ ഒരു ചെറിയ വീതെങ്കിലും കൊടുത്തു തീർക്കട്ടെ, എന്നിട്ടാവാം നമുക്ക് ബാക്കി കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നും കൊടുക്കാത്തതിൽ നിന്ന് കുറച്ചെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഇവരുടെ പണമാണ് എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ OTT ഷെയർ വാങ്ങിയ ആൾക്കാർ, 5 ലക്ഷത്തിൻ്റെ ഷെയർ വാങ്ങിയ ആൾക്കാർ, അവർക്കൊന്നും പണം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രമം പരാജയപ്പെടാനാണ് കൂടുതൽ സാധ്യത. OTT ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ ഷെയറാണ്. അപ്പോൾ അവരിൽ ചിലർ എന്തായാലും കേസിന് പോകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പൈസയും കൂടി ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്ത് ഈ ഒരു ഓളം ഉണ്ടാക്കാം എന്നാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ രക്ഷിക്കില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരു തട്ടിപ്പാണ്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നിരിക്കുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീമാണ്. അതുകൊണ്ട് തന്നെ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ 2 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇവരുടെ പ്രവർത്തന മേഖലയെങ്കിൽ അത് CBIക്ക് റെഫർ ചെയ്യാനുള്ള പ്രൊവിഷനും ഈ ആക്ടിലുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ CBIയുടെ സംരക്ഷണയിൽ കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് എപ്പോൾ എന്ന് മാത്രമേ അറിയാനുള്ളൂ, അത് എത്ര നാൾ കഴിഞ്ഞിട്ട് എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഇത്ര തിടുക്കത്തോടുകൂടി അക്കൗണ്ട് ഡീഫ്രീസ് ചെയ്യാൻ ശ്രമിക്കാതെ എന്തിന് ഇപ്പോൾ പണം നൽകുന്നു എന്ന് നിങ്ങളേവരും സംശയിക്കേണ്ട കാര്യമാണ്. എന്തിനിത്ര തിടുക്കത്തിൽ ഈ പണമൊക്കെ നൽകാൻ ശ്രമിക്കുന്നു? അതും ചെറിയ എമൗണ്ടുകളാണെങ്കിലും അവരുടെയും കേസിനെ ഇവർ ഭയപ്പെടുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ബൈ.